ജാർഖണ്ഡിൽ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ നരനായാട്ടിനെതിരെയുള്ള ശക്തമായ മറുപടിയാണ് ഹേമന്ത് സോറൻ കൊടുത്തിരിക്കുന്നത്. ബി ജെ പി കൃത്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഹേമന്ത് സോറനെ വർഷങ്ങളായി വേട്ടയാടുകയാണ്. അദ്ദേഹത്തിനെ ജയിലിലടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കുളം തോണ്ടാം എന്ന് വിചാരിച്ചവർക്ക് കിട്ടിയ തിരിച്ചടിയാണിത് എന്ന് കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയെ തളർത്തിക്കളയാം എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ആ മുന്നണി ഉയർന്നു തന്നെ നിൽക്കും. വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു ഐക്യം വീണ്ടും വീണ്ടും ഈ രാജ്യത്തെമ്പാടും രൂപപ്പെടും. വലിയ തോതിലുള്ള കലാപാഹ്വാനം നടത്തി എല്ലാ രീതിയിലും സമാധാനം തല്ലി തകർക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല എന്ന് ഹേമന്ത് സോറൻ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ജാർഖണ്ഡിലെ പിന്നാക്ക അവസ്ഥയ്ക്ക് കാരണമാകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പകപോക്കൽ രാഷ്ട്രീയമാണ്. തൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജാർഖണ്ഡിലേക്ക് ഒരു രീതിയിലും ധനസഹായം നൽകാതിരിക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പരമാവധി ശ്രമം നടത്തുന്നു എന്ന് നേരത്തെ തന്നെ ഹേമന്ത് സോറൻ പറഞ്ഞ കാര്യങ്ങളാണ്. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81 സീറ്റുകളാണ് ഉള്ളത്. അവിടെ 56 സീറ്റുകളും JMM കോൺഗ്രസ് സഖ്യം തൂത്തുവാരുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ജാർഖണ്ഡിൽ BJP അധികാരത്തിൽ വരും എന്ന എക്സിറ്റ് പോൾ സർവേകൾ പലതും ഉണ്ടായിരുന്നു. BJP വലിയ പ്രതീക്ഷയിലായിരുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ MLA മാരെ ചാക്കിട്ട് പിടിക്കാം എന്നും 4-5 MLA മാരുടെ കുറവുണ്ടെങ്കിൽ അത് നികത്താൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നും BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ച വെച്ച് പുലർത്തിയതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം BJP ആകെ പരിഭ്രാന്തിയിലാണ്. നിലവിലുള്ള MLA മാരിൽ 3 പേർ കൃത്യമായി പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് എന്നതുകൂടി വരുമ്പോൾ BJPക്ക് കൂനിന്മേൽ കുരു എന്ന രീതിയിലേക്കാണ്. ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ പോലും അട്ടിമറിയുടെ സംശയം ഉയരുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ നവംബർ 13-ാം തീയതി നടന്ന ആദ്യഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നഗരമേഖലകളായിരുന്നു. അതായത് ഗ്രാമീണ മേഖലകളും സംവരണ മണ്ഡലങ്ങളും ഒക്കെ രണ്ടാം ഘട്ടത്തിലേക്കാണ് പോളിംഗിൽ പോയത്. ആദ്യ ഘട്ടത്തിൽ നടന്ന പോളിംഗിൽ ഉള്ള 17 സീറ്റുകളാണ് BJP സ്വന്തമാക്കിയത്. ഈ സ്ഥലങ്ങളിലേക്കുള്ള പോളിംഗ് ക്രമക്കേട് നേരത്തെ തന്നെ കോൺഗ്രസും JMM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാട്ടിയതാണ്. സത്യത്തിൽ BJPക്ക് 21 സീറ്റ് പോലും കിട്ടേണ്ടിയിരുന്നതല്ല എന്നും 10 സീറ്റിലേക്ക് അവർ ഒതുങ്ങാനുള്ള സാധ്യതയായിരുന്നു ഞങ്ങൾ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ വിലയിരുത്തിയപ്പോൾ വന്നതെന്നുമാണ് JMM-ൻ്റെ നേതാവായ ഹേമന്ത് സോറൻ പറഞ്ഞത്. ചമ്പൈ സോറനെ അടർത്തിയെടുത്ത് BJPക്കൊപ്പം കൂട്ടി വിജയിക്കാമെന്നുള്ള BJPയുടെ പ്ലാനാണ് വലിയ രീതിയിൽ ബൂമറാങ് പോലെ BJPക്ക് പ്രഹരമായി കഴിഞ്ഞത്. അത് വാസ്തവത്തിൽ നഗരമേഖലയിലുള്ള BJPയുടെ OBC വോട്ടുകളും ഗണ്യമായി കുറച്ചു എന്ന് തന്നെ പറയേണ്ടി വരും.